ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള പഴംപൊരി ഉണ്ടാക്കിയാലോ. അപ്പോൾ സാധാരണ പഴംപൊരി കാണുന്നതിനേക്കായി നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണ പഴംപൊരി. ഇതിൽ ഞാൻ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് തയ്യാറാക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്തതോ വറുക്കാത്തതായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി 2 നുള്ളി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 1/2 കപ്പ് ഇഡ്ഡലി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത മാവ് വേണം കേട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇഡ്ഡലി മാവോ ദോശമാവോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഭംഗിയുള്ള പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ലൂസാക്കിയിട്ടും ചെയ്യരുത്, എന്നാൽ നല്ല കട്ടിക്കും ചെയ്യരുത് കേട്ടോ. നമ്മളിതിലേക്ക് പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് എടുക്കുന്ന സമയത്ത് പഴത്തിൽ ഇങ്ങനെ ഈ ഒരു മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കണം. ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 മണിക്കൂറോളം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഈ ഒരു മാവൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങിയൊക്കെ വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഇങ്ങനെ വീർത്ത് വരാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അതേ 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുത്താലും മതി. ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ഓരോ കഷ്ണം പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴക്കഥ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും കാണാൻ നല്ല ഭംഗിയുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, താങ്ക്